ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഒത്തിരി നാളായാലും നമ്മൾ കണ്ടിട്ട് ഞാൻ ഡെയിലി ഇൻട്രൊഡക്ഷനിൽ എല്ലാ ഇൻട്രൊഡക്ഷനിലും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. ഒത്തിരി ആയി കണ്ടില്ലേ, ഒത്തിരി ആയിട്ടല്ലേ കണ്ടിട്ട് എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആണ്. ഒത്തിരി നാളായില്ലേ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ അല്ലേ, പുറത്ത് പോകണം. അപ്പോൾ ശരിയെന്ന് ലോക്ക്ഡൗൺ ടൈമിൽ എങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്യാന്നുള്ളൊരു എന്തായാലും പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മേക്കപ്പ് ഇട്ടിട്ട് തന്നെ പോകുന്നത്. എന്നാൽ പിന്നെ അത് റെക്കോർഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് കാണിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം. അതിനുശേഷം ഞാൻ ബയോട്ടിക്കിൻ്റെ ബയോ കുക്കുംബർ ടോണറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ച് ആൽക്കഹോൾ ഉണ്ട് അതിന്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ക്ലീൻ ആവും ഫേസ്. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ 2-3 പിമ്പിൾസ് വന്നിട്ടുണ്ട്. സോ ആ സമയത്ത് ഈ ആൽക്കഹോൾ ബേസ് ഉള്ളതിട്ട് കഴിഞ്ഞാൽ ബാക്ടീരിയ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങാൻ സ്പ്രെഡാവില്ല. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അത് ലാക്മേയുടെയാണ്, ലാക്മേ പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് SPF കൂടി ഉള്ളതാണ്. അത് കാരണം നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. SPF ഉള്ള കാരണം നമുക്ക് പിന്നെ സെപ്പറേറ്റ് വേറൊരു സൺസ്ക്രീൻ ലോഷനൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ഹിമാലയയുടെ ലിപ് ബാമാണ്, നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. എന്നിട്ട് നോർമൽ എന്താ പറയുക, ഒരു മേക്കപ്പ് അല്ലേ, അപ്പോൾ അത് കാരണം BB ക്രീം മതി. നന്നായി ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് ഈ മേബിലിൻ്റെ BB ക്രീമാണ്, വലിയ ഗുണമൊന്നുമില്ല. അത് കാരണമാണ് മറ്റേയൊക്കെ നന്നായി സ്പ്രെഡാവും. ഇത് കുറച്ചൊരു തിക്കായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നൈക്കയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ്, അത് വെച്ച് നന്നായിട്ട് ഐബ്രോ ഫില്ല് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട്, കാരണം നമ്മൾ മാസ്ക് വയ്ക്കുന്ന കാരണം കണ്ണ് മാത്രം നന്നായി കാണുന്നത്. പിന്നെ അതൊരു എവറിഡേ മേക്കപ്പാണ്, ചുമ്മാ സാധാരണ പുറത്ത് പോകുന്നൊരു മേക്കപ്പാണ്. അപ്പോൾ അത് കാരണം ഒത്തിരി നമ്മൾ ഭയങ്കര ഒത്തിരി അങ്ങ് ഡ്രാമയൊന്നും കൊടുക്കണ്ട, പിരുകത്തിന് അത്യാവശ്യം കൊടുത്താൽ മതി. പിന്നെ തന്നെ വെറ്റ് ആൻഡ് വൈൽഡിനൊരു ഐ ഷാഡോ പാലറ്റാണ്, അതിലൊരു ട്രാൻസിഷൻ ഷെയ്ഡ് ഉണ്ട്. നമ്മുടെ ഒരു കോമ്പാക്റ്റിൻ്റെ ഒക്കെ ഒരു കളറാണ്. അത് വെച്ച് ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ ഒത്തിരി ഓയിലി ഒക്കെ ആവുകയാണെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം കേളർ വെച്ചിട്ട് ജസ്റ്റ് ഐലാഷ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അപ്പോഴേ മസ്കാരയൊക്കെ ഇടുമ്പോഴത്തേനും നല്ല അങ്ങനെ വളഞ്ഞ് നന്നായിട്ട് നിൽക്കുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ഐടെക്സ് ഇല്ലേ, അതിൻ്റെ ഒരു ഐലൈനർ പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പെൻസിലാണ് കേട്ടോ, അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു നല്ലൊരു പെൻസിലാണ്. നല്ല ബ്ലാക്ക് കളറൊക്കെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതേ ഡാസ്ലറിൻ്റെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, രണ്ടും കൂടെ ചേർന്ന് കിട്ടുന്നതാണ്. അത് വെച്ച് നന്നായിട്ടൊന്ന് മസ്കാര വെച്ച് ഞാൻ ഐലാഷ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നു. അത്യാവശ്യം 2-3 കോട്ട് ഇടുമ്പോഴത്തേക്കും നല്ല തിക്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ലോറിയലിൻ്റെ ഐലൈനർ പെന്നാണ്, അത് വെച്ചിട്ടാണ് മേലെയൊക്കെ ഒന്ന് വരച്ചിരിക്കുന്നത്. അത് ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയില്ല ഒന്നും. പിന്നെ അതേ നൈക്കയുടെ ഒരു ഷിമറി ഷെയ്ഡ് ഉണ്ട് അതിൻ്റെ അകത്ത് പാലറ്റിൽ, അത് വെച്ച് ഇന്നർ കോർണറിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു വലുതായിട്ട് തോന്നാൻ വേണ്ടി, ഒരു നീളം തോന്നാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ബ്രോ ബോണും ഒന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ കണ്ണിൻ്റെ ക്രീസ് ലൈൻ മാത്രം, ക്രീസ് ഒത്തിരി മുകളിലോട്ട് പോകരുത്, ഇന്നർ കോർണറിൻ്റെ ഒരു 1/4 ഭാഗം വരെ അതേ സെയിം ആ ഷിമറി ഷെയ്ഡ് തന്നെ ഒരു ഷാമ്പെയിൻ കളറാണ്, പക്ഷേ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു കളറൊക്കെയാണ്. മേ ബി ഈ മൊബൈലിലും ഇവിടുത്തെ ഇന്ന് മഴയുടെ ഒരു ചെറിയൊരു കോളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ലൈറ്റൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അത്രയ്ക്ക് എടുത്ത് കാണാത്തത്. പിന്നെ L80ൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്, നോർമൽ ഒരു 100 ഉള്ളിൽ വരുന്നൊരു കോമ്പാക്ട് പൗഡറാണ്, കുഴപ്പമൊന്നുമില്ല. അതും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക, നമ്മൾ BB ക്രീമും നമ്മുടെ ചെയ്ത് മേക്കപ്പും എല്ലാം. അതിൻ്റെ മിസ് ക്ലെയറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, കുഴപ്പമൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് വാട്ടർ പ്രൂഫ് തന്നെ ഇടണം, അതായത് വാട്ടർ പ്രൂഫ് അല്ല, സ്മച്ച് പ്രൂഫോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ളതൊക്കെ ഇടണം, കാരണം നമ്മൾ മാസ്ക് ഇടുന്നതല്ല, പിന്നെ അതെല്ലാം സ്പ്രെഡ് ആവും. സോ അതുപോലത്തെ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് ഞാൻ ലൈറ്റായിട്ട് ഇട്ടുള്ളൂ. എന്നിട്ട് പിന്നെ അത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ചീക്ക് ബോണൊക്കെ ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുകയാണ്, ചീക്കൊക്കെ. എന്നിട്ട് സെയിം ആ നൈക്കയുടെ ഹൈലൈറ്റർ ഇല്ലേ, ഐ ഷാഡോ പാലറ്റില്ല, അതേ സെയിം അതിലത്തെ ഷിമ്മറി ഷെയ്ഡ് വെച്ച് തന്നെ ഹൈലൈറ്റും കൂടെ ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്, വളരെ സിമ്പിളാണ്. പിന്നെ എന്താ പറയുക, മാസ്ക് അത് അത്യാവശ്യമാണ് പുറത്ത് പോകുമ്പോൾ ഇടേണ്ടത്. പിന്നെ മൂക്കും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്, ഒരു എന്താ പറയുക സിന്ദൂരമൊക്കെ ഇട്ടിട്ടുണ്ട്, കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കുർത്തയാണ് കേട്ടോ, ഒരു എന്താ പറയുക യെല്ലോ കളറിൽ, ഫുള്ളില്ല 3/4 ഒരു കുർത്തയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത്
ഒത്തിരി തോന്നില്ല എന്നാലും അത്യാവശ്യം സൺ ടാനും ഓരോ കണ്ണിൻ്റെ അടിയിൽ കറുപ്പൊക്കെ ഒന്ന് നമുക്കൊന്ന് ഇല്ലാതെ ഒന്ന് പുറത്ത് പോകാം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ പുറത്ത് പോകുമ്പോൾ മറക്കാൻ പാടാത്ത ഒന്നാണ് നമ്മുടെ മാസ്ക്. ഇത് ഞാൻ മിനീസോന്ന് പണ്ട് വാങ്ങിച്ചു. എനിക്ക് അലർജി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതിട്ടിട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് മഞ്ഞ സമയത്തൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് മാക്സിനെ കൊണ്ട് പുറത്ത് പോകണമല്ലോ. അപ്പോൾ ആ സമയത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ തുമ്മാൻ തുടങ്ങും. പിന്നെ നിർത്തില്ല, പിന്നെ മരുന്ന് കഴിക്കുന്നവരെ തുമ്മിക്കൊണ്ടിരിക്കും ഞാൻ. അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ചാണ്. എന്തായാലും ഇപ്പോൾ യൂസായി മിനീസോന്ന് വാങ്ങിച്ചാണ്. നമ്മൾ അതും ഇടുക, ഇത്ര തന്നെയാണ്. അപ്പോൾ ഇത്രയുണ്ട് മേക്കപ്പ്. മുടി പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കിട്ടാം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റൊക്കെ അയക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.